إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, അത് മുഖേന സ്വർഗീയ ലോകത്തിന് അവകാശികളായി മാറുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അവൻ്റെ മനസ്സ് ആർദ്രതയുള്ളതും ലോലമായതുമായി തീരണം, കാഠിന്യമേറിയതായിരിക്കരുത് എന്നത്. കഠിന ഹൃദയന്മാരെയും പരുഷ സ്വഭാവികളെയും ആരും ഇഷ്ടപ്പെടുകയില്ല എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുഭാഗത്തേക്ക് കണ്ണോടിക്കുകയും സമൂഹത്തിലുള്ള അവശരുടെയും അഗതികളുടെയും പ്രയാസമനുഭവിക്കുന്നവരുടെയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പല രൂപത്തിലുള്ള പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെയും കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണുവാനും മാനസികമായി വല്ലാത്തൊരു അനുകമ്പയും ദയാവായ്പും പ്രകടമാകുവാനും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഉണർത്തിയിട്ടുണ്ട്. ദീനെന്ന് പറഞ്ഞാൽ അത് 5 നേരത്തെ നിസ്കാരവും നോമ്പും മറ്റ് കാര്യങ്ങളും മാത്രമല്ലെന്നും മതത്തിന്റെ പൂർത്തീകരണം ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും സമൂഹത്തിലുള്ള പ്രയാസമനുഭവിക്കുന്ന, വേദനയനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ കാണാതെ പോകരുതെന്നും അത്തരം കാര്യങ്ങളിൽ നിന്ന് കണ്ണടക്കുന്ന, അവയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്ക് മതത്തിന്റെ പൂർത്തീകരണം അവകാശപ്പെടാനാവില്ലെന്നും മറിച്ച് മതനിഷേധത്തിലേക്കാണത് എത്തിച്ചേരുന്നതെന്നുമുള്ള വളരെ ഗൗരവത്തോടുകൂടെയുള്ള ഉണർത്തലാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുള്ളത്. നമുക്കേവർക്കും സുപരിചിതമായ അധ്യായം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീമ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ.
ആ പരാമർശത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തുന്നത് എന്താണ്? മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്നാണ് ചോദിച്ചത്. യുകദ്ദിബു ബിദ്ദീനി, മതത്തെ കളവാക്കിയവൻ, അവന് നീ കണ്ടുവോ? എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവൻ അനാഥയെ ആട്ടിക്കളയുന്നവനാണ്, അനാഥയെ തള്ളിവിടുന്നവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികളുടെ ഭക്ഷണ കാര്യത്തിൽ സ്വയം ഭക്ഷണം കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് അതിനുവേണ്ടിയുള്ള പ്രേരണ പോലും അവൻ നൽകുകയില്ല, അതിനുവേണ്ടി അവൻ പ്രേരിപ്പിക്കുകയുമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ദീൻ പൂർണ്ണമാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഉന്നതമായ ദറജയിലേക്ക് എത്തിപ്പെടണം എന്ന് മോഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് തന്റെ മനസ്സ് ആർദ്രതയുള്ളതും നനവുള്ളതും കരുണയുള്ളതും ലോലമായതുമായി തീരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവണം എന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ ചെയ്തേ പറ്റൂ എന്ന കണിശമായ നിർദ്ദേശം അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദൂതനിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ ചെയ്യുന്നവർ അവരോട് മാത്രമേ റഹ്മാനായ അല്ലാഹു കരുണ ചെയ്യുകയുള്ളൂ. ഏറെ കരുണ ചെയ്യുന്നവൻ എന്ന വിശേഷണമാണ് റഹ്മാനും റഹീമും എന്ന അല്ലാഹുവിന്റെ ആ രണ്ട് മഹത്തായ അസ്മാവുകളും അതല്ലെങ്കിൽ ഇസ്മുകളും സൂചിപ്പിക്കുന്നത്. അല്ലാഹ് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായ അവന്റെ നാമങ്ങളാണ് റഹ്മാൻ, റഹീം. രണ്ടും സൂചിപ്പിക്കുന്നത് അവന്റെ അളവറ്റ കാരുണ്യത്തിലേക്കാണ്. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യം അടിമകളെ നിങ്ങൾക്ക് കിട്ടണോ എങ്കിൽ നിങ്ങൾ സഹജീവികളോട് കരുണ ചെയ്യണം. ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമൂ അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുവീൻ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവീൻ. യർഹംകും മൻ ഫിസ് സമാ, മുകളിലുള്ളവൻ ഉപരിഭാഗത്തുള്ളവനായ അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കും. നിങ്ങളുടെ പാപം പൊറുക്കാനും കരുണ ചെയ്യപ്പെടാനുമൊക്കെ ഇത് ആവശ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനം, ഇർഹമു തുർഹമു വഗ്ഫിറു യഗ്ഫിരില്ലാഹു ലക്കും, നിങ്ങൾ കരുണ ചെയ്യൂ, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കൂ, എങ്കിൽ തുർഹമു, നിങ്ങളും കാരുണ്യം കാണിക്കപ്പെടും. നിങ്ങളോട് റഹ്മാനായ അല്ലാഹു കരുണ ചെയ്യും. നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവൻ നിങ്ങളെ പരിഗണിക്കും, നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം അവൻ തീർക്കും. അതിന് നിങ്ങൾ കാലേ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കഷ്ടത അനുഭവിക്കുന്നവരോട്, പ്രയാസം അനുഭവിക്കുന്നവരോട്, വേദന അനുഭവിക്കുന്നവരോട്, അവശരോട് നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഹസ്തം, കൈകൾ നിങ്ങൾ അവരിലേക്ക് നീട്ടൂ. നിങ്ങൾ പുറത്തു കൊടുക്കൂ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. കരുണ ചെയ്യാത്തവർക്ക് കരുണ തടയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മല്ലാ യർഹമിന്നാസ് ലാ യർഹമുല്ലാഹു അസ്സ വജൽ, റവാഹു മുസ്ലിം. ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ ആരോ, ലാ യർഹമുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല അവനോട് കരുണ കാണിക്കുകയേയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തുൻസഉ റഹ്മതു ഇല്ലാ മിൻ ശഖിയ്യിൻ, വളരെ ഭാഗ്യം കെട്ടവന്റെ മനസ്സിൽ നിന്നല്ലാതെ കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവത്തെ ഊരിയെടുക്കപ്പെടുകയില്ല. ഏറ്റവും വൃത്തികെട്ടവനും ദൗർഭാഗ്യവാനും കഠിന ഹൃദയനുമായവനല്ലാതെ കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവം ഹൃദയത്തിൽ ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് കരുണയുള്ളവരാകൂ. ഇത് പരലോകത്ത് നമ്മോട് ചോദിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചുറ്റുഭാഗത്തുള്ള വിശക്കുന്നവന്റെ വിശപ്പ് നീ കണ്ടില്ലെന്ന് നടിക്കരുത്, രോഗിയുടെ വേദന അറിഞ്ഞില്ലെന്ന് നടിക്കരുത്, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം നീ കണ്ടിട്ടും കാണാത്തവനെ പോലെ നടന്നാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു മനുഷ്യരോട് ചോദിക്കും, യബ്ന ആദം, ഓ മനുഷ്യ, ഇസ്തതഅംതുക ഫലം തുതഇംനി, ഞാൻ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടിരുന്നു, ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു, നീ എനിക്ക് ഭക്ഷിപ്പിച്ചില്ലല്ലോ.
അടിമ പറയും, യാ റബ്ബ്, എന്റെ റബ്ബേ, വകൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ. ഞാൻ എങ്ങനെ നിനക്ക് ഭക്ഷണം തരിക? നീ റബ്ബുൽ ആലമീൻ അല്ലേ. നിനക്ക് വിശക്ക്, നിനക്ക് ഭക്ഷണം തരിക, നീ റബ്ബുൽ ആലമീൻ അല്ലേ. അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, അമാ അലിംത അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇംഹു അമാ അലിംത അന്നക ലൗ വതഅംതഹു ലവജദ്ത ദാലിക ഇൻദീ. നിനക്കറിഞ്ഞുകൂടായിരുന്നോ എന്റെ ഇന്നാലിന്ന പേരുള്ള ഒരടിമ വിശക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന് വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ടെന്ന് നീ അറിഞ്ഞിട്ട് നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ. അയാൾക്ക് നീ ആഹാരം കൊടുത്തിരുന്നുവെങ്കിൽ അതെന്റെ അടുക്കൽ നിനക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. ലവജദ്ത ദാലിക ഇൻദീ. റബ്ബിനോടുള്ള ഇടപാട് പോലെയാണ് വിശക്കുന്നവന്റെ വിശപ്പിനോടുള്ള ഇടപെടലിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, യബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി. ഞാൻ നിന്നോട് വെള്ളം ആവശ്യപ്പെട്ടു, ദാഹജലം ആവശ്യപ്പെട്ടിട്ട് നീ എനിക്ക് കുടിപ്പിച്ചില്ലല്ലോ. മനുഷ്യൻ എപ്പോഴും പറയും, യാ റബ്ബി കൈഫ അസ്ഖീക വഅൻത റബ്ബുൽ ആലമീൻ. നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിനക്ക് ഞാൻ എങ്ങനെ കുടിപ്പിക്കാനാണ്? അപ്പോഴും റബ്ബിന്റെ മറുപടി, ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ ഫലം തസ്ഖീ അമാ ഇന്നക ലൗ സഖൈതഹു വജദ്ത ദാലിക ഇൻദീ. എന്റെ ഇന്നാലിന്ന ഒരടിമ ദാഹിക്കുന്നു, അദ്ദേഹം കഷ്ടപ്പെടുന്നു എന്ന് നീ അറിഞ്ഞിട്ട് നീ അയാൾക്ക് കുടിപ്പിച്ചിട്ടില്ല. നീ അദ്ദേഹത്തിന് കുടിപ്പിച്ചിരുന്നുവെങ്കിൽ അതെന്റെ അടുക്കൽ നിനക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. വളരെ ഗൗരവത്തോടെ നാളെ പരലോകത്ത് എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, ഈ കൂട്ടത്തിൽ ഞാൻ രോഗിയായിട്ട് നീ എന്നെ എന്തുകൊണ്ട് വന്ന് കണ്ടില്ല എന്ന ചോദ്യവും ഉണ്ട്. സമാനമായ മറുപടിയും ഉണ്ട്. അള്ളാഹുവിന്റെ സമാനമായ വീണ്ടുമുള്ള മറുപടിയുമുണ്ട്. എന്ത്? എന്റെ ഇന്നാലിന് അടിമ കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു, നീ അയാൾ ആശ്വസിപ്പിക്കാൻ പോയോ? നീ അയാൾ ആശ്വസിപ്പിച്ചുവോ? വേദന തിന്നുന്ന രോഗികൾക്ക്, വേദന തിന്നുന്ന പ്രയാസപ്പെടുന്ന മാരകമായ രോഗം ബാധിച്ച രോഗികൾക്ക് ഒരുപാട് ആവശ്യമെന്ന് പലപ്പോഴും മരുന്നുകളൊക്കെ ഏറെ സാന്ത്വനത്തിന്റെ വാക്കുകളാണ്, ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ഞാൻ മാരകമായ ഒരു രോഗത്തിന്റെ പിടിയിലാണെന്ന് അറിഞ്ഞ എത്രയോ രോഗികൾ, ഞാൻ ഒരുപാട് പണം ചെലവഴിച്ചാലും ഇനി കരകയറാൻ സാധ്യതയില്ലാത്ത ഒരു രോഗത്തിന്റെ പിടിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു രോഗിയായ ഒരു മനുഷ്യൻ, അയാൾക്കൊരു പക്ഷേ രോഗ ചികിത്സയേക്കാൾ അയാൾക്ക് ആവശ്യം ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ വാക്കുകളാണ്. അള്ളാഹു നൽകിയ ഒരു വലിയ ഒരു പരീക്ഷണമാണ്. തളർന്നു പോകരുത്, സഹിക്കണം എന്ന് പറഞ്ഞ് നല്ല രൂപത്തിലുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ. വേദനിക്കുന്നവർക്ക് വേദന കുറക്കാനുള്ള സംവിധാനങ്ങൾ ലോകമൊട്ടാകെ പലയിടങ്ങളിലും പാലിയേറ്റീവ് ക്ലിനിക്കുകളുണ്ട്. ആശ്വാസം നൽകുവാൻ വേണ്ടി മരണത്തെ കാത്തുകിടക്കുന്ന രോഗികൾക്ക് മരണം വരെയെങ്കിലും ആശ്വാസം നൽകുന്ന പാലിയേറ്റീവ് സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ വിശ്വാസിക്കുള്ള വലിയൊരു നേട്ടം പരലോക രക്ഷയാണ്. അതോടൊപ്പം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ, ബുദ്ധിമുട്ടുകൾ അറിയാൻ മനുഷ്യനോട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇതും പരലോകത്ത് ചോദ്യമുണ്ട്. വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല, ഇതും പരലോകത്ത് ചോദ്യമുണ്ട് എന്ന് കണിശമായി അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല, മൻ സറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ ഔ യദഅ അൻഹു. മറ്റൊരു മേഖലയിലുള്ള കാരുണ്യം പറയാണ്. ആരെങ്കിലും അല്ലാഹു നാളെ പരലോകത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം എന്ന് സന്തോഷത്തോടുകൂടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർ വാങ്ങിയിട്ടുള്ള കടബാധ്യതകളിൽ അവർക്കൊരു ഇളവനുവദിച്ചു കൊടുക്കട്ടെ, ഒന്ന് കാലവിളംബം നൽകട്ടെ, ഒരു കാലതാമസം നൽകി ആശ്വാസം നൽകട്ടെ. ഇനി അതല്ല അയാളെ കൊണ്ട് തിരിച്ചു തരാൻ കഴിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ അത് വിട്ടുകൊടുക്കട്ടെ. മറ്റൊരു മേഖലയിലുള്ള കാരുണ്യമാണ് ആ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യത്തിന്റെ മേഖലകൾ അനവധിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആരോടൊക്കെ കരുണ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് അറ്റങ്ങളില്ല, പരിധികളില്ല. ഒരുപാട് ആളുകളോട് കരുണ ചെയ്യാനായി ഇസ്ലാം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞു, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കാരുണ്യം നമ്മൾ എപ്പോഴും വിശദീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
അവർ നിന്നോട് നല്ല കാര്യങ്ങൾ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നത് നീ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം അവരുടെ മനസ്സിനെ നീ സന്തോഷിപ്പിക്കുകയാണ്. എൻ്റെ മോൻ, എൻ്റെ മോൾ എത്രയായിരുന്നാലും എത്ര വലുതായാലും ഞാൻ പറഞ്ഞത് കേൾക്കുന്നൊരു നല്ല മകൻ, ഒരു നല്ല മകൾ, അതാ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സിൽ കോരിച്ചെരിയുന്ന കാരുണ്യത്തിന്റെ കുളിര്. അത് ധാരാളക്കണക്കിന് ദിർഹമുകളുടെയും രൂപകളുടെയും ഡോളറുകളുടെയും മുമ്പിൽ കിട്ടാത്ത കുളിരാണ്. അനുസരണത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പയുടെ അവരോട് കാണിക്കുന്ന വിനയത്തിന്റെ. വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ അവർക്ക് ഇരുവർക്കും കാരുണ്യത്തിന്റെ ചിറക് നീ വിരിച്ചു കൊടുക്കണം. നീ അവർക്ക് റഹ്മത്തിൽ പൊതിഞ്ഞ വിനയത്തോടുകൂടെ നീ അവരോട് ഇടപെട്ട് നീ അവർക്ക് വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണേ. നിന്നോട് ഒരുപാട് കരുണ ചെയ്ത മനുഷ്യന്മാരാവര്. ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ കൈകാലിട്ടടിച്ച് കരയാനല്ലാതെ ഒന്നിനും കഴിയാത്തൊരു കാലത്ത് നിന്നെ വളരെ ഓമനിച്ച് നിനക്ക് വേണ്ടി പലതും സഹിച്ച മാതാപിതാക്കൾ, നീ അവർക്ക് വേണ്ടി റബ്ബിനോട് നിന്റെ മരണം വരെ എപ്പോഴും നീ തേടിക്കൊണ്ടിരിക്കണം. അല്ലാ, കാരുണ്യവാനായ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇർഹംഹുമാ, അവരോട് രണ്ടാളോടും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, കുഞ്ഞായിരിക്കെ എന്നെ അവർ പരിപാലിച്ചതുപോലെ. ആ കാലഘട്ടത്തിലുള്ള ഒരു പരിപാലനവും ലാളനയും അനുകമ്പയും ദയയും അതുപോലെ തന്നെ കാരുണ്യവുമൊക്കെ അതാർക്കാ മനസ്സിലാക്കാൻ കഴിയുക? ഒരാൾക്കും മനസ്സിലാക്കാനും വില കൊടുത്ത് പകരം തീർക്കാനും കഴിയാത്തതാണ്. അതുകൊണ്ട് ഇസ്ലാം മാതാപിതാക്കളോടുള്ള കാരുണ്യത്തിന്റെ മേഖല പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തിലൂടെ? അവർ കൽപ്പിക്കുന്നത് അനുസരിച്ചുകൊണ്ട്, അവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇനി ചെറിയവരോട് അതുപോലെ തന്നെ മക്കളോടൊക്കെ ഇസ്ലാം പറഞ്ഞു അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം എന്താ? മക്കളോട് സ്നേഹം കാണിക്കണം, അനുകമ്പ വേണം, കാരുണ്യം വേണം. അവരോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? അവർക്ക് വേണ്ട തർബിയത്ത് ഘട്ടം ഘട്ടമായി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ നരകത്തിയിൽ പോകാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അവരെ നീ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ചു വളർത്തിയുണ്ടാക്കണം. വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും മക്കളെയും നിങ്ങളുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ നിങ്ങൾ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. മനുഷ്യരും കല്ലും മാത്രം കത്തിക്കപ്പെടുന്ന ആ അഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം, മക്കളെയും രക്ഷിക്കണം എന്നാ പറഞ്ഞു. മക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാരുണ്യം അതാണ്, ഏറ്റവും വലിയ കാരുണ്യമാണ്. മക്കൾക്ക് വേണ്ടതൊക്കെ നൽകി, പക്ഷേ മതബോധം നൽകിയില്ലെങ്കിൽ ഈ കരുണയോടെ നമ്മൾ നോക്കി വളർത്തിയ മക്കൾ നാളെ ഞങ്ങൾ പിഴക്കാൻ കാരണക്കാരായ എന്റെ രക്ഷിതാക്കളെ, അതല്ലെങ്കിൽ ആരൊക്കെയാണുള്ളതെങ്കിൽ അവരെയൊക്കെ കാണിച്ചു തരണം. ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്ന് തിമർത്ത് ചാടട്ടെ, ദേഷ്യം തീർക്കട്ടെ എന്ന് പറയുന്നവര് ലോകം വരാനുണ്ട്. അതുകൊണ്ട് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മേഖല മക്കളിലേക്ക്, ചെറിയവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോ ഒന്നാമതായി അവരെ ലാളിച്ച് ഓമനിച്ച് വളർത്തി വഷളാക്കാതെ അവർക്ക് വേണ്ട രൂപത്തിലുള്ള തെർബിയത്ത് നൽകിക്കൊണ്ട് ആ തെർബിയത്തിൽ പൊതിഞ്ഞ സ്നേഹമാണ് പകർന്നു കൊടുത്തുകൊണ്ട് കരുണ കാണിക്കേണ്ടത്. അതേ നമുക്ക് പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മിൽ പെട്ടവനല്ല, ഈ മുസ്ലിം ഉമ്മത്തിൽ പെട്ടവനല്ല എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാബുകം പറഞ്ഞത്. ആര്? മല്ലം യർഹം സഗീറനാ. നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, കുട്ടികളെന്ന നിലക്ക് അവരോട് തെർബിയത്തും അതുപോലെ തന്നെ ആവശ്യമായ നിലക്കുള്ള കാരുണ്യവും ലാളനയും കുട്ടി എന്ന നിലക്കുള്ള പ്രത്യേകമായ സ്നേഹവും ക്രൂരത കാണിക്കാതെയും ഏതൊക്കെ അളവിൽ ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കണോ ഒക്കെ ചെയ്യണം. അത് ചെയ്യാത്തവൻ ഈ സൊസൈറ്റിയിൽ മെമ്പറാകാൻ യോഗ്യനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയുവഖിർ കബീറന. മുതിർന്നവരെ നന്നായി ആദരിക്കാനും പഠിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. അവർക്ക് അവരുടേതായ പ്രായം മാനിച്ചുകൊണ്ടുള്ള അവരോടുള്ള ആദരവ് ചെറിയവരിൽ നിന്നുണ്ടാകണം. എന്നാൽ ചെറിയവരോട് കാരുണ്യമുള്ള മനസ്സുമുണ്ടാകണം. ബന്ധുക്കളോട് അതുപോലെ തന്നെ അനാഥകളോട് എല്ലാവരോടും ഇസ്ലാം പറഞ്ഞു കാരുണ്യം. മനസ്സൊന്ന് ലോലമാകാൻ,
മനസ്സൊന്ന് ലോലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ കാഠിന്യം, പ്രവാചകരെ എന്ത് കേട്ടാലും മനസ്സിനൊരു ഇളക്കം തട്ടുന്നില്ല, ആരോടും ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് പറഞ്ഞു കൊടുത്തത് ഇന്നറത്ത അൻയലീന ഖൽബുക ഫഅത്ഇമുൽ മിസ്കീൻ വംസഹ് റഅസൽ യതീം. നീ നിന്റെ ഖൽബിന് ലീന കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിനൊരു ലോലത വരണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാവപ്പെട്ടവനെ കണ്ടറിഞ്ഞിട്ട് നീ അവന്റെ വിശപ്പ് മാറ്റിക്കോ. ഈ വിശക്കുന്നവന്റെ വിശപ്പറിഞ്ഞുകൊണ്ട് വിശപ്പ് മാറാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക. ഒരു മാർഗം അതാ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വംസഹ് റഅസൽ യതീം. അനാഥകളുണ്ടാകും, അനാഥകള്. ആ അനാഥകളുടെ തല നീ തടവിക്കോ. അനാഥ കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ലാളിച്ചോ. ആ കുട്ടികളുടെ തലയിലൊന്ന് കൈവച്ച്, ബാപ്പയില്ലാത്ത കുട്ടികൾ. ആ കുട്ടികൾ ഒരു പക്ഷേ പണക്കാരായേക്കാം. യതീം എന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ടവർ മാത്രമല്ല. യതീം പണക്കാരിലും ഉണ്ടാവും, പാവപ്പെട്ടവരിലും ഉണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും. യതീം എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ച കുട്ടികളാണ്. അവർക്ക് നോക്കാൻ ആളില്ല, പരിഗണനല്ല. ഈ ബാപ്പല്ലാത്ത കുട്ടികളാവുമ്പോൾ പലപ്പോഴും ആ ഒരു പ്രയാസം ഉണ്ടാവും. എവിടെയും നാടുകളിലൊക്കെയുള്ള പല അനാഥശാലകളിലും പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഭക്ഷണവും വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ പരിഗണന പലപ്പോഴും സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ലോകം. ഇസ്ലാം പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കണമെന്ന്. അനാഥകളുടെ കാര്യം പറഞ്ഞെടുത്ത് ഇസ്ലാം അവർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. നിങ്ങൾ അനാഥ കുട്ടികളെ ആദരിക്കുന്നില്ല. അനാഥകൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഇക്റാമാണ്. ഭക്ഷണമൊക്കെ ധാരാളം കിട്ടും, വസ്ത്രവും കിട്ടും, പലരും നേർച്ചയാക്കുകയും ചെയ്യും അനാഥ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സമൂഹത്തിൽ പലപ്പോഴും അത് അനാഥ കുട്ടിയാ, അത് യത്തീങ്ങാനുള്ള കുട്ടിയാ, അത് യത്തീമ എന്ന് പറഞ്ഞൊരു മാറി നിർത്തുന്ന ഒരു ഇക്റാമ നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാം അനാഥ കുട്ടികളുടെ കാര്യം പറഞ്ഞെടുത്ത് ഇക്റാമ പ്രത്യേകം എടുത്തു പറഞ്ഞു, നീ അവരെ ആദരിക്കണം. പാപ്പല്ലാന്നുള്ളൊരു തോന്നൽ അവരോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടായി പോകരുത്. നിന്റെ കുടുംബത്തിൽ അനാഥയാണെങ്കിലും അകന്ന അനാഥയാണെങ്കിലും ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഫലഖ്തഹമൽ ലഖബത വമാ അദ്റാക മൽ ലഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. എന്തേ ജനങ്ങളെ നിങ്ങൾ പ്രയാസകരമായ നല്ല മലമ്പാതകൾ കയറി പുണ്യം നേടാത്തത്? എന്താ ഇസ്ലാം പറഞ്ഞ പ്രയാസകരമായ മലമ്പാതകൾ മുറിച്ചു കിടക്കൽ? ഫക്കു റഖബ, അടിമകളെ മോചിപ്പിക്കൽ. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയും പ്രയാസവും പരിവട്ടവുമുള്ള കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കൽ. യതീമൻ ദാ മഖറബ, നിന്നോട് അടുത്ത ബന്ധുവായ അനാഥകൾക്ക്. ഔ മിസ്കീനൻ ദാ മത്റബ, കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന അഗതികൾക്ക്. എന്തേ അത് കാര്യത്തിലൊന്നും ചിന്തിക്കാതെ നടക്കുന്നത് എന്ന് അല്ലാഹു തആല മനുഷ്യരോട്, നമ്മളോട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. ഗൗരവത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ അതൊക്കെ വേണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൃദയത്തിന് ആർദ്രതയും ലോലതയൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരെ നോക്കണം, കാണണം. സമ്പന്നന്മാര് ദരിദ്രരോട്, ശക്തനായ ആളുകൾ ദുർബലരോട്, അതുപോലെ തന്നെ ആരോഗ്യമുള്ളവർ രോഗികളോട്, വികലാംഗരോട്, കുടുംബനാഥന്മാർ അവരുടെ വീട്ടുകാരോട്, മുതലാളികൾ തൊഴിലാളികളോട്, അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികളോട്, ലോകത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ആരൊക്കെ ഇടപെടുന്നുവോ കരുണ തൊട്ട് തീണ്ടാത്തൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ. ക്രൂരമായി ഇടപെട്ടുകൂടാ. പരുക്കൻ സ്വഭാവം ഉണ്ടായിക്കൂടാ. കാരണം അങ്ങനെ പരുക്കൻ പ്രകൃതമായാൽ വളരെ പരുക്കൻ ഇടപെടൽ പരലോകത്തും നേരിടേണ്ടി വരും. അതല്ല ആർദ്രതയും കാരുണ്യവുമുള്ള ഒരു മനസ്സാണോ, റബ്ബ് ആ നിലക്ക് ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും മതവും ജാതിയും ഒന്നും നോക്കേണ്ടതില്ല എന്ന് കൂടെ ഇസ്ലാം പഠിപ്പിച്ചു. ആർദ്രതയും കാരുണ്യവും അവശത അനുഭവിക്കുന്നവർ ആരായിരുന്നാലും നിനക്ക് പുണ്യമുണ്ട്, നീ അവരോട് ഇടപെട്ടോളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുശ്രിക്കത്തായ എന്റെ ഉമ്മ ഇതാ എന്നിൽ നിന്നുള്ള സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പ്രവാചകരെ, ഞാൻ അവരോട് എങ്ങനെ ഇടപെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറയുന്നത്, നഅം സിലി ഉമ്മക്കി, ഉമ്മയോട് ബന്ധം ചേർത്തേക്ക്, സഹായം കൊടുത്തേക്ക്. അത് വേറെ വിഷയമാണ്. സഹായം കൊടുത്തേക്കൂ. ആദർശപരമായുള്ള ആ മാനസികമായൊരു ബന്ധവും സ്നേഹമൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പെടുമ്പോൾ അത് ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ഏത് കടുത്ത ആദർശ വിരോധിയാണെങ്കിലും കൊടുത്തേക്ക്, സഹായിച്ചേക്ക് എന്ന് ഇസ്ലാം പറഞ്ഞു. അതും മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ
ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം മോഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു നമ്മോട് കരുണ ചെയ്യണമെന്ന്, അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പ് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് പ്രയാസമുള്ളവരെ, കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കണ്ടില്ലെന്ന് നടിക്കാതെ ആവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധയുണ്ടാകണം എന്നോർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ പറ്റാത്ത നല്ല രൂപത്തിലുള്ള ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും അള്ളാഹു നല്ല രൂപത്തിൽ ഈ ലോകത്ത് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് ആർദ്രതയുള്ള കനിവുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉത്തമമായ സ്വർഗീയ സൗഭാഗ്യം നേടുന്നവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ അടുക്കലുള്ള പുണ്യം മോഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നവർക്കേ ഇത് ലഭ്യമാവുകയുള്ളൂ. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവശരുടെയും അനാഥകളുടെയും അഗതികളുടെയും ശരണമില്ലാത്തവരുടെയും അഭയമില്ലാത്തവരുടെയും കാര്യങ്ങളിൽ ഓടി നടക്കുന്ന സംഘടനകളും പ്രവർത്തകന്മാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും ധാരാളം ആളുകൾ പ്രശംസിക്കാറുണ്ട്. പ്രശംസിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പ്രശംസിക്കുന്നവരും പ്രശംസിക്കപ്പെടുന്നവരും ഒരു കാര്യം ഓർക്കണം. എന്റെ പ്രശംസ കാരണത്താൽ ഒരു നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പരലോകം ഞാൻ നഷ്ടപ്പെടുത്തരുത്. പ്രശംസിക്കപ്പെടുന്നവനും ആലോചിക്കണം, ഞാൻ എന്റെ വജുഹ്, അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ജനങ്ങൾ ഈ കാണിക്കുന്ന അംഗീകാരങ്ങളും ജനങ്ങൾ ഈ പറയുന്ന പ്രശംസാവാചകങ്ങളുമൊന്നും എന്റെ പരലോകം നഷ്ടപ്പെടാൻ നിമിത്തമാകരുത്. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിലയുണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പരമപ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത്തത് ഈമാനാണ്. ഈമാൻ ശരിയാവാത്തവൻ എന്ത് ലോക കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തൊരിമ്പും അതിന് വിലയില്ല. വിശ്വാസം ശരിയാവാത്തവന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഒരു ഫലവുമില്ല. പല സംഘടനകളും ശ്രദ്ധിക്കാതെ പോയൊരു യാഥാർത്ഥ്യമാണത്. പല റിലീഫ് പ്രവർത്തകന്മാരും ആലോചിക്കാതെ പോയൊരു യാഥാർത്ഥ്യമാണത്. പല കാരുണ്യ പ്രവർത്തകന്മാരും ചിന്തിക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണത്. ഞങ്ങൾ ചെയ്യുന്നത് ലോകത്തെ അംഗീകരിക്കാനോ അംഗീകരിപ്പിക്കാനോ അല്ല, മറിച്ച് യഥാർത്ഥമായ ഈമാൻ അടിത്തറയില്ലാത്തവന്റെ ഒരു കർമ്മം അവർ എത്ര മഹാനാണെങ്കിലും വേണ്ട എനിക്കെന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. അത് ധർമ്മമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കൂ. എന്താ തഖ്വയുടെ ഏറ്റവും വലിയ ഘടകം? ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച വചനം കേട്ടില്ലേ? യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മതറബ സുമ്മ കാന മിനല്ലദീന ആമനൂ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. അവിടെ എന്താ അല്ലാഹു തആല പറയുന്നത്? അനാഥയുടെ കാര്യവും ഭക്ഷണം കൊടുക്കലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് സുമ്മ കാന മിനല്ലദീന ആമനൂ. പിന്നീട് അവൻ സത്യവിശ്വാസിയായ നിലയിലായി തീരുകയും ചെയ്യാത്തതെന്ത്? ഈമാനുള്ളവന്റെ പ്രവർത്തനങ്ങളെ പ്രയോജനമുള്ളൂ. ഈമാനില്ലാത്തവൻ ലോകത്ത് എവിടെ വെച്ച് വിളമ്പിയാലും ആരെ സഹായിച്ചാലും എത്ര പാലിയേറ്റീവ് ക്ലിനിക്ക് നടത്തിയാലും എത്രായിരം ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും ആരോടൊക്കെ ഏതെല്ലാം നിലക്ക് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിലക്കും അല്ലാത്ത നിലക്കും പ്രവർത്തിച്ചാലും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യന് ഉപകാരം കിട്ടണോ? അയാളുടെ ഈമാൻ ശരിയാവണം. കാരണം ലോകം കണ്ട മഹാന്മാരോട് മുഴുവൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ.
ഓ നബിയേ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കുമൊക്കെ നാം വഹീ കൊടുത്തിട്ടുണ്ട്. ശിർക്കെങ്ങാനും ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയത് തന്നെ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോയത് തന്നെ. എല്ലാവരോടും അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈമാൻ ശരിയാവാതെ, വിശ്വാസം ശരിയാവാതെ എന്ത് കർമ്മം ചെയ്തിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവില്ല. അത് വളരെ ഗൗരവമാണ്. അവിശ്വാസികളുടെ അത്തരത്തിൽ ജനങ്ങൾ പ്രശംസിക്കുന്ന കുറെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അവന് ഈമാൻ ഉണ്ടാവില്ല, കുഫറായിരിക്കും. പരലോകത്തെത്തുമ്പോ വഖദിംനാ ഇലാ മാ അമലിൻ വഖദിംനാ ഇലാ മാ അമിൽനാഹു വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ചെയ്തിട്ടുള്ള അമലുകൾ മുഴുവൻ പരലോകത്തെത്തുമ്പോൾ നാം അതിനെ ധൂളിയാക്കി പറത്തി പാറ്റിവിടും എന്നാണ്. ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈമാൻ ആദ്യം ശരിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ചതെന്ന ശരിയായ ഈമാൻ. ആ ഈമാനും അതിനനുസരിച്ചുള്ള ഇഖ്ലാസും. ഇഖ്ലാസ് നഷ്ടപ്പെടൽ എവിടെ? ജനങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പണിയെടുക്കുമ്പോൾ. അത് ധർമ്മത്തിന്റെ വിഷയത്തിലും ഇസ്ലാം പ്രത്യേകം പറഞ്ഞില്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നവര് മനുഷ്യൻ, സ്വർഗത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ, ആ മനുഷ്യനോട് പരലോകത്തെത്തിയിട്ട് പറയുകയാണ്, നീ എന്തെനിക്ക് വേണ്ടി ചെയ്തു? ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തു. അള്ളാഹു അവനോട് പറയുന്നത് എന്താണ്? നീ ധർമ്മം ചെയ്തത് മുഴുവനും നീ ധർമ്മിഷ്ഠനാണെന്ന പേര് കിട്ടാനാണ്. ആളുകൾ നിന്നെ അഭിനന്ദിക്കണം, ആളുകൾ നിന്നെ ആശംസാ വാചകങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. എന്റെ ഉദ്ദേശമായിരുന്നു, അത് കിട്ടി. അത് ലോകത്ത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. എന്റെ പ്രതിഫലം നീ മോഹിച്ചിട്ടില്ല, അതുകൊണ്ട് മലക്കുകളെ പിടിക്കുവവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ, ചങ്ങലകളിൽ കോർത്തുകൊണ്ട് എന്ന ഏറ്റവും വലിയ വാചകം നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം റബ്ബിന്റെ അടുക്കൽ വിലയില്ല. വിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസ്. ജനങ്ങൾ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുതേ. നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, കൊടുത്ത പുണ്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച സ്വീകർത്താവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുമൊന്നും നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ധർമ്മങ്ങളെയും നിങ്ങൾ ഒരിക്കലും നിഷ്ഫലമാക്കി കളയല്ലേ. അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട്, അവിടെ എനിക്കതിൻ്റെ പുണ്യം കിട്ടണം എന്നോർത്തുകൊണ്ട് അതിന് തുരങ്കം വെക്കുന്ന ഒരു മോശപ്പെട്ട നിയ്യത്തും എൻ്റെ ഹൃദയത്തിൽ കടന്നു വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ജാഗ്രതയും ഉണ്ടായിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇടപെടേണ്ടത്. അള്ളാഹു ആ അർത്ഥത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ആസ്പത്രികളിലും വീടുകളിലുമായി കഷ്ടപ്പെടുന്നു, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, സമ്പൂർണ്ണമായ ശിഫ നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കണമേ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. ഏറ്റവും നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.